ഹായ് നോക്കൂ, കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച അമ്മയുടെ വീട്ടിൽ ഇന്ന് രാത്രി ഞാൻ ചെന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കിടന്നറിയുന്ന ഉറക്കം വരുന്നില്ല, മനസ്സിനൊരു സമാധാനമില്ല. എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടല്ലാതെ കേട്ടോ. കുറച്ച് ചിക്കനുമായിട്ട് ഞാൻ അവളെ അടുത്തേക്ക് ചെന്നു. വിളിച്ചപ്പോഴും തന്നെ അവൾ ഓടി എൻ്റെ അടുത്ത് വരികയും ചെയ്തു കേട്ടോ. കുട്ടി കണ്ടോ, നല്ല സുന്ദരി കുട്ടിയായിരിക്കല്ലേ. എത്ര പേരുണ്ടെന്നറിയില്ല, രണ്ടുപേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ കണ്ടുപിടിച്ച സ്ഥലമേ സുന്ദരിയായ അരുമ കുഞ്ഞാണല്ലേ. ഒന്ന് തൊട്ടാൽ ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ചെറിയ പേടി എനിക്കുണ്ട്. ചിലപ്പോൾ കടിച്ചാലോ ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്താലോ. അതുപോലെ തന്നെ അവക്ക് കയറി ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സ്ലാബ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചെറിയൊരു ക്യാപ്പിലാണ് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് രാത്രി ചെന്നിട്ട് ആ സ്ലാബ് ചെറുതായിട്ടൊന്ന് നീക്കി മാറ്റും കേട്ടോ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അമ്മ കഴിക്കുന്നത് കണ്ട് രണ്ട് മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാണോ മൂന്നാണോ എന്നറിയില്ല. നോക്കിയേ, നല്ല കുഞ്ഞുങ്ങളാണ്. ഒരുത്ത നല്ല ഗോൾഡ് കളറും ഒരുത്ത നല്ല കറുപ്പിൽ, മുഖത്ത് വെള്ള. അതുപോലെ പിള്ളേരെ വ്യക്തമായൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ആ സ്ലാപ്പിൻ്റെ അടപ്പേ കുറച്ച് നീക്കിക്കഴിഞ്ഞാൽ അവക്ക് കയറി ഇറങ്ങാനും അതുപോലെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റും. വേറെ പറയാൻ, ഇനി എന്നും ഇവർക്കൊരു നേരത്തെ ആഹാരം രാത്രി ഞാൻ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പ്രസവിച്ച അമ്മയല്ലേ, പാവം. രണ്ട് കള്ളന്മാർ പിടികൂടുന്നത് കണ്ടോ. നോക്കിയേ, പ്രകൃതി ഇനി അങ്ങോട്ട് കാണാം അല്ലേ. ഈ കുഞ്ഞുങ്ങളൊന്ന് എടുത്താൽ മതിയായിരുന്നു. എനിക്കങ്ങ് കയ്യൊക്കെ തരിക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. ആ അമ്മയ്ക്ക് വളരെ സ്നേഹമാണ്, പേടിയൊന്നുമില്ലായിരുന്നു, ചീറ്റലൊന്നുമില്ലായിരുന്നു, സ്നേഹമായിരുന്നു. അങ്ങനെ ചിക്കനും കൊടുത്ത് കൊഞ്ചുണ്ടായിരുന്നു. അവരുടെ സ്ഥലം കണ്ടുപിടിച്ചത് അവർക്ക് അതിശയമായിട്ടിരിക്കുകയാണ്. എന്നാലും മേടിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നി കേട്ടോ. അരുമ മക്കളെയും കൊണ്ട് ഒളിച്ചിരുന്നല്ലേ. മേടിച്ചോ, കഴിക്കടി മക്കളെ. നിനക്ക് ഇനി മാമ എന്നും ആഹാരം കൊണ്ട് തരും രാത്രി കേട്ടോ. ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നോക്കിയേ, രണ്ട് പൊടി കുഞ്ഞുങ്ങൾ. രണ്ടുപേരാണോ എന്നറിയുന്നില്ല. അത് മേടിക്കും കേട്ടോ. മേടിച്ചോ, കഴിക്കടി, നീ പേടിക്കണ്ട. മേടിക്കും കേട്ടോ. മേടിച്ചതൊക്കെ കണ്ടോ. അപ്പോൾ സ്നേഹമുണ്ട്. അതുപോലെ തന്നെ സ്ഥലം കണ്ടുപിടിച്ച വീഡിയോ വന്നപ്പോഴും തന്നെ നമ്മുടെ ഫാമിലി എല്ലാവർക്കും വളരെ ഒരു മനസ്സിനകത്ത് വിഷമമുണ്ടായിരുന്നു. മഴ പെയ്താൽ എങ്ങനെയാണെന്നും രക്ഷിക്കണമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണെന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ ശരിയാണ്. ഇവിടെ അങ്ങനെ മഴ വലുതായിട്ട് കാണില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ ചെന്ന് എന്തെങ്കിലും ഒരു രക്ഷ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആരും പേടിക്കേണ്ട. നമ്മുടെ ഫാമിലി അവരിവിടെ സുഖമായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് കാണിക്കാം. ഇപ്പം ആദ്യമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. എനിക്കാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നലെ രാത്രി കുറച്ച് ചിക്കനും ചോറും എല്ലാം കൂടെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തതാണ് വീഡിയോ കേട്ടോ. അങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. കാലൊന്നും നന്നായിട്ട് ഉറച്ചിട്ടില്ല. എന്നാൽ പിന്നെ അവരുടെ സ്വർഗ്ഗ വീട്ടിലേക്ക് ഞാനൊരു കട്ടുറുമ്പായിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.